എന്തുകൊണ്ടാണ് ചിത്രങ്ങളും ശില്പങ്ങളും കാഴ്ചക്കാരനെ മനസ്സിലാകാത്തത്? ചിത്രങ്ങളിൽ ഒന്നും കാണാനില്ല എന്ന ഒരു പൊതുധാരണ എല്ലാ സാധാരണ കാഴ്ചക്കാരനിലും കുടികൊള്ളുന്നുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കുന്നത് നല്ലതാണ്. കലകളിൽ വെച്ച് ഏറ്റവും ലളിതവും ഏറ്റവും ഗഹനവുമായ ഒരു കലയാണ് ചിത്രകല. അത് കഴിഞ്ഞുള്ള രണ്ടാമത്തെ കലയാണ് ശില്പകല. ഈ കലകൾ മനസ്സിലാക്കാൻ നമ്മൾ അവയോട് സമയം ചെലവഴിക്കുകയും സംവേദിക്കുകയും ചെയ്യണം. ഒരാളെ നമ്മൾ നിത്യം കാണുന്നിരിക്കട്ടെ, അയാളുമായിട്ട് ഒരിക്കലും ഒന്നും സംസാരിച്ചിട്ടില്ലെങ്കിൽ അയാളെ നമുക്ക് മനസ്സിലാവുന്നില്ല. എന്നാൽ അയാളോട് നിരന്തരം സംസാരിക്കുമ്പോഴാണ് നമുക്ക് ആ വ്യക്തിയെ കൂടുതൽ പരിചയപ്പെടുന്നത്. അതുപോലെ ചിത്രങ്ങളുമായി കൂടുതലും സമയം സംവേദിക്കാൻ ശ്രമിക്കുമ്പോൾ മാത്രമേ ചിത്രങ്ങൾ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ഈ ചിത്രഭാഷ മനസ്സിലാക്കാൻ പ്രധാനമായി ചെയ്യേണ്ടത് നിരന്തരം ഗാലറികൾ കാണുകയും മറ്റ് കലകളിലെന്ന പോലെ ചിത്രകലയിൽ വരുന്ന മാറ്റം നമുക്ക് അനുഭവമാക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോഴും സാധാരണക്കാരൻ്റെ ഉള്ളിലെ ശില്പ സങ്കല്പം ഗുപ്ത പല്ലവ പീരീഡിലുള്ള ഒരു ശില്പ സങ്കല്പങ്ങളാണ്. അത് കഴിഞ്ഞിട്ടുള്ള ചിത്രകലയിലെ മാറ്റങ്ങളും പുതിയ ഇസങ്ങളും ഒന്നും നമ്മുടെ കാഴ്ചക്കാരന് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് ചിത്രങ്ങൾ മനസ്സിലാവാത്തതിൻ്റെ പ്രധാന കാരണം. ഇനിയെങ്കിലും സാധാരണ ജനങ്ങൾ, അവരുടെ കുട്ടികൾ കുടുംബസമേതം ചിത്രശാലകൾ സന്ദർശിക്കാൻ അവസരമൊരുക്കുകയും കുട്ടികൾക്ക് ഒരു പുതിയ ഭാവന വിരിയുന്ന സാഹചര്യം ഒരുക്കുകയും വേണം.